തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേക്ക് മുകളിൽ പട്ടം പറന്നു. വിമാനങ്ങൾ ഇറങ്ങുന്നതും പറന്നുയരുന്നതും വൈകി. റൺവേക്ക് 200 അടി മുകളിലാണ് പട്ടങ്ങൾ പകർന്നത്. 2 മണിക്കൂറോളം വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ പട്ടം പറന്ന കാരണം ഈ സാധാരണയായി വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനപ്പുറത്ത്, അതായത് വിമാനങ്ങൾ പുറപ്പെടുന്ന ഇടത്തേക്ക് തിരിച്ച് വിമാനങ്ങൾ ഇറക്കേണ്ടി വന്നു എന്നും കേൾക്കുന്നു. ശരിയാണോ? കൃഷ്ണരാജ്, ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് റൺവേക്ക് മുകളിൽ പട്ടം പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സമീപം മുട്ടത്ര പൊന്നറപ്പാലത്തിന് സമീപത്തുള്ള റൺവേയുടെ 32ന്റെയും വള്ളക്കടവ് സുലൈമാൻ തെരുവിനും ഇടയിലുള്ളൊരു ഭാഗം, ആ ഭാഗത്താണ് ഈ പട്ടം പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 200 അടി ഉയരം, റൺവേയിൽ നിന്നും 200 അടി ഉയരത്തിലായിരുന്നു പട്ടം പറക്കുന്നത്. ഇത് കാരണമാണ് ഈ വ്യോമ തടസ്സമുണ്ടായത്. 2 മണിക്കൂറോളമാണ് ആ വ്യോമ തടസ്സമുണ്ടായത്. 4 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 2 വിമാനങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു വേയിൽ തുടരാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വൈകിട്ട് 4:20 തിരുവനന്തപുരത്ത് നിന്ന് ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യയുടെ എക്സ്പ്രസ്, അതിനുശേഷമുള്ള ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ, ഡൽഹിയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ, ബാംഗ്ലൂരിൽ നിന്നെത്തിയ എയർ ഇൻഡിഗോ എന്നീ വിമാനങ്ങളാണ് ഇറങ്ങാൻ ഇരുന്നത്. ഇതിനെയാണ് പിന്നീട് മാറ്റിവിടേണ്ട സാഹചര്യമുണ്ട്. റൺവേക്ക് മുകളിൽ പട്ടം കണ്ടതോടെ വിമാനം ലാൻഡ് ചെയ്യാതെ ആകാശത്ത് തങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീടാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നടക്കുകയും തുടർന്ന് ഈ പട്ടം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. എന്നാൽ പട്ടം നീക്കം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് 2 മണിക്കൂറോളം ഈ ഇത്തരത്തിൽ വ്യോമ തടസ്സം ഏർപ്പെടുന്നത്. തുടർന്ന് 2 മണിക്കൂറുകൾക്ക് ശേഷം ഈ പട്ടം റൺവേയിൽ താനെ പറന്നു വീണതിന് ശേഷമാണ് പിന്നീട് ഈ തടസ്സങ്ങളെല്ലാം നീക്കി വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൃഷ്ണരാജ്, ശരിയാണ്, വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുകളിൽ, ലാൻഡിംഗ് ഏരിയയ്ക്ക് മുകളിലായി പട്ടം പറന്ന കാരണത്താലായിരുന്നു 2 മണിക്കൂറോളം വ്യോമഗതാഗതം തടസ്സപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. ഹാപ്പനിങ് നൗ തുടരും. അല്പസമയത്തിനകം രോഹിണി ചേരും. ഇടവേള.